നമുക്ക് ഇന്ന് ഇപ്പോൾ രാവിലത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്ത ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ രാത്രി കഴിഞ്ഞത്. മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തിയ ഹണി റോസിന്റെ രഹസ്യമൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതായത് ഈ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള തരത്തിൽ ചില ഗൗരവതരമായ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ ആരോപണങ്ങൾ ഹണി റോസ് ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സിനിമാ പ്രചാരണം ലക്ഷ്യമിട്ടുള്ള പരാതിയല്ല ഹണി റോസിന്റെ എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ACP C ജയകുമാർ പ്രതികരിച്ചു. അത് അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമല്ലേ. സഹകരിപ്പിക്കുന്നുണ്ട്. അല്ല, അല്പം പരിഗണനയിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തീരുമാനമാണ്, പരിഗണനയിലുണ്ട്. കോടതി മൊബൈൽ ഫോൺ ബന്ധവസിലെടുത്ത് കോടതിയിൽ ഹാജരാക്കും. അത് മറ്റേ പരാതി അനുസരിച്ച് കൂടുതൽ പരാതികൾ വരുന്നതനുസരിച്ച് അന്വേഷണം കുറച്ചുകൂടി ഗൗരവതരമാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം കുറ്റബോധം ഇല്ലെന്നായിരുന്നു ഇന്നലെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം. രാവിലെ ഞാൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഡബിൾ മീനിങ് കേസാണ്. ആജ്ഞ രവീന്ദ്രൻ പോലീസ് സ്റ്റേഷനിലുണ്ട്, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. ഡാനി പോൾ കോടതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കും. ടോം കുര്യാക്കോസും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ആജ്ഞയിലേക്ക് പോകണം. ആജ്ഞ, ഇന്നലെ രാത്രി മുഴുവൻ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ. അതിനുശേഷം ചോദ്യം ചെയ്യലിനടക്കം വിധേയരായി എന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നുണ്ടോ? ഇന്നലെ അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ACP അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതേസമയം അദ്ദേഹം ഓഫ് ദി റെക്കോർഡ് നമ്മളോട് പറഞ്ഞ ഒരു കാര്യം പ്രധാനമാണ്. കാരണം അത് സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു അതിക്രമം, അത് സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുകയാണ്. അത്തരം അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു രീതിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ പരാതിക്ക്, ഇത് ഹണി റോസിന്റെ പരാതി എന്ന് പറയുമ്പോഴും അത് പ്രമുഖനാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുമ്പോഴും അത് ആ കേസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നടപടിക്രമങ്ങളുണ്ടോ, എന്തെല്ലാം നടപടികൾ അതിനുണ്ടോ, അതെല്ലാം പാലിക്കും, കൃത്യമായി പാലിക്കും. ഒരു പരിഗണനയും നൽകില്ല. അതുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ പ്രമുഖനാണ് എന്നുള്ള സാഹചര്യം പരിഗണിച്ച് ഒരു പരിഗണനയും അതുമായി നൽകില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലിടുക എന്നുള്ള പ്രൊസീജിയർ, നമ്മൾ സാധാരണയായി പറയുന്ന ലോക്കപ്പിലിടുക എന്നുള്ളൊരു പ്രൊസീജിയർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി പകൽ മുഴുവൻ കഴിഞ്ഞ് യാത്രയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെയാണ് ഇവിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പ്രാഥമിക വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് രാവിലെ 5:30 അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുണ്ട്. 11 മണിയോടെ അല്പസമയത്തിനുള്ളിൽ കോടതിയിലേക്ക് ഹാജരാക്കാൻ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം 4 മാസം മുൻപുള്ള തന്റെ ഒരു പരാമർശം, അതിന്റെ മേലുള്ള പരാതി ഇപ്പോഴെങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി ബോബി ചെമ്മണ്ണൂർ ഉന്നയിക്കുന്നുണ്ട്. ഇത് കൃത്യമായ ഉദ്ദേശമുണ്ട്, അതല്ലെങ്കിൽ ഒരുപക്ഷെ നടി ആരെങ്കിലും ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം എന്നുള്ള ആരോപണങ്ങൾ ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം ACP അതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. സിനിമാ പ്രചാരണം, അതായത് ഹണി റോസിന്റെ അടുത്തുള്ള റിലീസാകാൻ പോകുന്ന സിനിമയുടെ പ്രചാരണം ഉദ്ദേശിച്ചിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇതിനെതിരെ ഇങ്ങനൊരു പരാതിയുമായി മുന്നോട്ട് വന്നതെന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ആരോപണം. പക്ഷേ അതല്ല, സിനിമ പ്രചാരണം ഉദ്ദേശിച്ചുള്ള പരാതിയല്ല ഹണി റോസിന്റേത്. അതിന്റെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടി രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടി ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും. ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ ബന്ദോബസ്താക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള പരിശോധനകൾ നടക്കും. നമുക്കറിയാം
യഥാർത്ഥത്തിൽ 10 അന്വേഷണ സംഘത്തിൽ ഏറെയും സൈബർ പോലീസ് വിങ്ങിലുള്ള ആളുകളാണ്. 3 വനിതാ പോലീസും ACP സി ജയകുമാർ നേതൃത്വം നൽകുന്ന സംഘത്തിൽ കൂടുതൽ ആളുകളും സൈബർ പോലീസാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ തമ്പനയിൽ ഉപയോഗിച്ചുള്ള, അതായത് അശ്ലീല തമ്പനയിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ തന്റെ ചിത്രം ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ മോശം തമ്പനയിൽ ഉപയോഗിച്ച ആളുകൾക്കെതിരെയുള്ള പരാതിയും ഹണിറോസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനും പരാതികൾ വരുന്നതിനനുസരിച്ച് നടപടികൾ എടുക്കുമെന്ന് ACP നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചു കഴിഞ്ഞതാണ്. എന്തായാലും യൂട്യൂബിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ മോശം കോമന്റുകൾ ഇടുന്ന ആളുകൾക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വ്യാജ ID ഉപയോഗിച്ചിട്ടാണ് ഈ വ്യാജ ID മുഴുവൻ ഡിലീറ്റ് ചെയ്തൊരു സാഹചര്യം കൂടിയുള്ളത് കൊണ്ടാണ് സൈബർ പോലീസ് ഇതിൽ ശക്തമായി നിൽക്കുന്നത്. കാരണം മറ്റൊരു കാര്യം ഈ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹണിറോസിന്റെ രഹസ്യമൊഴിയുണ്ട്, കോടതിക്ക് നൽകിയിട്ടുണ്ട് ഇന്നലെ. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഹണിറോസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കാം ബോബി ചെമ്മണ്ണൂരിനെതിരെ. കൂടുതൽ വകുപ്പുകൾ ചുമത്തിയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം ബോബി ചെമ്മണ്ണൂർ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം ഈ ദ്വയാർത്ഥ പരാമർശം, അശ്ലീല വാക്കുകൾ, പിന്നീടുള്ള സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഗൗരവതരമായ കാര്യങ്ങൾ കൂടി അവർ പങ്കുവച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി വ്യക്തമാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, കാരണം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷമാണ് ഹണിറോസ് ഇതിൽ അന്തിമ തീരുമാനത്തിലെത്തുന്നതെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം തനിക്ക് മുഖ്യമന്ത്രിയോട് ഈ വിഷയം സംസാരിക്കണം, അങ്ങനെ ഒരു റിക്വസ്റ്റ് വെച്ച ശേഷം അദ്ദേഹത്തോട് സംസാരിച്ച ശേഷം DGPയുമായും ADGP മനോജ് എബ്രഹാം, ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ തുടങ്ങിയ ആളുകളുമായൊക്കെ ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഈ വിഷയവുമായി പരാതിയുമായി ഹണിറോസ് മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഈ സോഷ്യൽ മീഡിയ കോമന്റുകൾക്ക് എതിരെയുള്ള പരാതികളും അതുപോലെ തന്നെ ഹണിറോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ലൈംഗിക അധിക്ഷേപം വരുന്ന BNS, അതായത് ഭാരതീയ ന്യായ സംഹിത 75(1)ഉം 75(4)ഉമാണ് ഇപ്പോൾ നിലവിൽ ചുമത്തപ്പെട്ട കേസുകളൊക്കെ. അതോടെ ഇത് രണ്ടും ജാമ്യമില്ല വകുപ്പുകളാണ്. പക്ഷേ രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായിരിക്കുന്നത്. ഇത് ദ്വയാർത്ഥ പ്രയോഗം എന്ന് പറയുന്നത് ഏത് തരത്തിൽ വിവക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യം കൂടി മുന്നോട്ട് വയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ അസിസ്റ്റൻസ് നമ്മളോട് സംസാരിച്ചിട്ടും ദ്വയാർത്ഥ പ്രയോഗമല്ലേ, അതെങ്ങനെയാണ് നിങ്ങൾ അതിനെ ഡിറൈവ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം നമ്മളോട് അവർ തിരിച്ചു ചോദിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് മുൻപ്, അതായത് ലൈംഗിക അതിക്രമ കേസുകളിൽ സർക്കാർ മുൻപ് പാലിച്ചിട്ടുള്ള ചില കേസുകൾ കൂടി കോട്ട് ചെയ്തായിരിക്കും കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയുള്ള ജാമ്യത്തിനു വേണ്ടി വാദിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരം വലിയ കേസുകളിൽ പോലും ജാമ്യം ലഭിച്ചിരുന്ന സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ ഇത്, അതായത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആക്രമണത്തിന് അല്ലെങ്കിൽ അതിനുള്ള ലൈംഗിക അതിക്രമത്തിൽ ജാമ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, ജാമ്യം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ പോകില്ല എന്ന് തന്നെയാണ് രാമൻപിള്ള അസോസിയേറ്റ്സിന്റെ നിഗമനം. അങ്ങനെ തന്നെയാണ്, അത്തരത്തിൽ തന്നെയാണ് അവർ കോടതിയിൽ അത് വാദിക്കാൻ പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ മറ്റൊരു കാര്യം കൂടി, ഇതൊരു മെസ്സേജാണ്. അത് പോലീസുകാർ കൃത്യമായി, ACP കൃത്യമായി നമ്മളോട് പ്രതികരിച്ചു. ഇതൊരു മെസ്സേജാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലല്ല, ഏതൊരു ഹാൻഡിലായാലും ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള എല്ലാ നടപടികളും സംസ്ഥാനം കൈക്കൊള്ളുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നൽകുന്നതെന്ന് ACP ജയകുമാർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതെന്റെ വീട്ടിലെ അമ്മയായാലും പെങ്ങളായാലും അത് സമൂഹത്തിലെ ഏത് സ്ത്രീ ആയാലും ഈ ഒരു മാന്യത അർഹിക്കുന്നുണ്ട്. അവരുടെ അത് വസ്ത്രമായാലും അവരുടെ പോസ്റ്റുകളായാലും അവരുടെ നിലപാടുകളായാലും അതിനെ ലൈംഗികതയോടെ കാണുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ ലൈംഗിക ചുവയോടെയുള്ള കമന്റുകളുമായി അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്ന ആളുകൾക്ക് ഒരു തിരിച്ചടി ആയിരിക്കും. അവർക്ക് കൂടിയുള്ള താക്കീതാണ് ഇതുമായി നൽകുന്നത്, ഇത് മുന്നോട്ട് വെക്കുന്നത് എന്ന് ACP നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണണം. ഇനി ഏതൊക്കെ തരത്തിൽ ഈ